യഥാർത്ഥ പ്രധാനങ്ങൾ കേട്ടാസ്വദിക്കുന്നതിനായി മല്ലു ഹൊറർ എന്നീ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. എൻ്റെ പേര് വിഷ്ണു. ഒരു മലയോര കർഷക കുടുംബമാണ് എൻ്റേത്. സ്വന്തമായുള്ള 25 ഏക്കറിൽ കൃഷി നടത്തിയാണ് എന്നെയും അനിയത്തിയും അച്ഛൻ പഠിപ്പിച്ചത്. ഏലവും കുരുമുളകുമാണ് ഞങ്ങളുടെ പ്രധാന കൃഷി. അച്ഛനും അമ്മയും ഒന്നിച്ചാണ് ഏലത്തിന് മരുന്നടിക്കാനും കളകൾ നീക്കം ചെയ്യാനും കൃഷിക്കും എല്ലാത്തിനും പോകുന്നത്. അവധി ദിവസമാണെങ്കിൽ ഞാനും അനിയത്തിയും കൂടെ പോകാറുണ്ട്. ഞങ്ങൾ പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പറമ്പിൻ്റെ അങ്ങിങ്ങായി നിൽക്കുന്ന മാവിൽ നിന്നും വീഴുന്ന മാമ്പഴങ്ങൾ പറക്കുവാനാണ് ഞാനും അനിയത്തിയും പോകുന്നത്. വീണെടുക്കുന്ന മാമ്പഴങ്ങൾ പറക്കുന്നതും അത് അവിടെ വെച്ച് തന്നെ കഴിക്കുന്നതും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞങ്ങളെ കൂടാതെ കൃഷിപ്പണിയിൽ അച്ഛനെ സഹായിക്കാൻ വേണ്ടി 4 തമിഴ് സഹോദരങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ MGRൻ്റെയും ശിവാജിയുടെയും നല്ല നല്ല പഴയ തമിഴ് പാട്ടുകൾ പാടും. അത് കേൾക്കാൻ തന്നെ എന്തൊരു രസമാണെന്നോ. അങ്ങനെ പാട്ടും കേട്ട് അവരുടെ തമിഴ് തമാശകളും കേട്ട് ആ ദിവസം പോകുന്നത് തന്നെ അറിയില്ല. അങ്ങനെ പഠിത്തവും പറമ്പിലെ പണിയും പാട്ടും സന്തോഷവുമായി അങ്ങനെ ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോടെ കിടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. അന്ന് ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ശനിയാഴ്ച ദിവസം അച്ഛനന്ന് വളം വാങ്ങുവാൻ വേണ്ടി പണിക്കാരെയും കൂട്ടി ടൗണിലേക്ക് പോയ സമയം. ഞാനും അനിയത്തിയും അമ്മയും മാത്രമാണ് തോട്ടത്തിലുള്ളത്. പതിവ് പോലെ തന്നെ മാമ്പഴങ്ങൾ പറക്കുന്ന തിരക്കിലാണ് അനിയത്തി. അന്നേ ദിവസം വെറുതെ അമ്മേനെ സഹായിച്ചേക്കാം എന്നൊരു തോന്നൽ എനിക്ക്. അതുകൊണ്ട് തന്നെ കൊടിയിൽ നിന്നും വീണ് നിൽക്കുന്ന കുരുമുളകുകൾ പറക്കി കൊട്ടയിലാക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. അപ്പോഴാണ് പെട്ടെന്ന് ഞാനത് കാണുന്നത്. പറമ്പിൻ്റെ ഒരു മൂലയ്ക്കായി നിൽക്കുന്ന ഒരു പപ്പായ ചെടി. സാമാന്യം ഉയരമുള്ള ചെടിയാണത്. ആ ചെടിയിൽ ഒരേ ഒരു പപ്പായ മാത്രമാണുള്ളത്. അതും കാണുന്ന ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യത്തിലാണ് ആ പപ്പായ നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അത് പറിക്കണമെന്നായി എനിക്ക്. പെട്ടെന്ന് തന്നെ ഞാൻ അനീതിയെ വിളിച്ചത് കാണിച്ചു കൊടുത്തു. പഴുത്ത് നിൽക്കുന്ന പപ്പായ കണ്ടപ്പോൾ അവൾക്കും എൻ്റെ അതേ അഭിപ്രായം. വേഗം തന്നെ അത് പറിക്കണം. ഞങ്ങൾ ഈ കാര്യവുമായി അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ അവിടെ ഏലത്തിൻ്റെ ചൂട് വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ പറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് ഒരു 4:30 ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്ന വഴി അമ്മ ആ പപ്പായ ഞങ്ങൾക്ക് പറിച്ചു തന്നു. പറിച്ച പപ്പായ കേടുണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി അമ്മയൊന്ന് മുറിച്ച് അതിൽ നിന്നൊരു കഷ്ണമെടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല രീതിയിലുള്ള മധുരവും കാര്യങ്ങളെല്ലാം കൊണ്ട് അകത്ത് കേടൊന്നുമില്ല. ഞങ്ങളതുകൊണ്ട് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന പപ്പായ ഞാനും അനീതിയും ചേർന്ന് ജ്യൂസ് അടിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ടൗണിൽ നിന്നും വളവും വാങ്ങി അച്ഛൻ വീട്ടിൽ തിരിച്ചെത്തി. പിന്നെ അച്ഛൻ്റെ ചില പ്രത്യേക പൊടിക്കൈകളെല്ലാം ചേർത്ത് ഞങ്ങൾ പപ്പായ ജ്യൂസ് അടിച്ചു. പിന്നീട് ഞങ്ങളെല്ലാവരും കൂടി അത് കഴിച്ചു. എന്നും കഴിക്കുന്ന പപ്പായയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ആ ഒരു പപ്പായ. അത് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 10 മണിയോടുകൂടി ഞങ്ങളെല്ലാം കയറിക്കിടന്നു. ഉറക്കത്തിൽ ഞാൻ അമ്മയുടെ കരച്ചിൽ കേട്ടാണ് ഞെട്ടി എണീക്കുന്നത്. നോക്കുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാനാകാത്ത വിധം വയറുവേദന കൊണ്ട് അമ്മ പുളയുകയാണ്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സമയം നോക്കുമ്പോൾ 12:30 കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള ഹൈ റേഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം രാത്രിയുള്ള ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും അച്ഛൻ്റെ ജീപ്പും എടുത്തുകൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ അമ്മയെ എത്തിച്ചു. തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാലും 20 കിലോമീറ്റർ ദൂരമാണുള്ളത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമ്മയുടെ വേദനയ്ക്ക് കാര്യമായ കുറവൊന്നും ഉണ്ടായില്ല. ആദ്യത്തെ തീവ്രത കുറച്ച് കുറഞ്ഞെന്നല്ലാതെ പ്രത്യേകിച്ചൊരു മാറ്റവും കണ്ടില്ല. പിന്നീട് അങ്ങോട്ടൊരു 3-3.5 കാലം ഞങ്ങൾ ഹോസ്പിറ്റലെല്ലാം മാറി മാറി ചികിത്സയിലായിരുന്നു. ഒരു ഡോക്ടർക്കും തന്നെ അമ്മയുടെ ഈ വയറുവേദന കാരണം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പല ടെസ്റ്റുകൾ നടത്തിയിട്ടും എല്ലാ ടെസ്റ്റിലും നോർമലാണെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും തന്നെ കാണിക്കുന്നുമില്ല. പക്ഷേ ഈ 3-3.5 മാസ കാലയളവിൽ അമ്മയുടെ സ്വഭാവത്തിന് നല്ല രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വാർഡിൽ നിന്നും ഇറങ്ങി ഓടുക,
അട്ടഹസിക്കുക, ചിരിക്കുക, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, അങ്ങനെ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ. ഇടയ്ക്ക് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു അന്യരോട് സംസാരിക്കുന്ന പോലെയാണ് അമ്മ ഞങ്ങളോട് പെരുമാറുന്നത്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും അച്ഛനും എന്തോ ചില സംശയങ്ങൾ തോന്നി. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊരു ജ്യോത്സ്യരെ കണ്ട് കാര്യങ്ങളൊന്ന് പറയാമെന്ന് അച്ഛൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞാനും അച്ഛനും ചേർന്ന് ജ്യോത്സ്യരെ കാണുവാൻ വേണ്ടി പോയി. ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മഹാമാന്ത്രികനും ജ്യോത്സ്യത്തിൽ അഗ്രഗണ്യനുമായ ഒരു വ്യക്തിയുടെ അടുത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അച്ഛൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യങ്ങളെല്ലാം കേട്ട ശേഷം അദ്ദേഹം ഒരു വെറ്റിലെടുത്ത് വലത് കൈയിൽ വെച്ച് ഇടത് കൈ കൊണ്ട് അത് അടച്ചു പിടിച്ചതിന് ശേഷം കണ്ണടച്ച് ഒരു 10 മിനിറ്റ് ഇരുന്നു. പിന്നീട് കൈമാറ്റി ആ വെറ്റിലേക്ക് നോക്കി അദ്ദേഹം കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് നിങ്ങളുടെ പറമ്പിൽ നിന്നും നിങ്ങളൊരു പപ്പായ കഴിച്ചില്ലായിരുന്നോ? ആ പപ്പായയാണ് ഇതിനെല്ലാത്തിൻ്റെയും കാരണം. പക്ഷെ ജ്യോത്സ്യരെ, ഞാനും എൻ്റെ മക്കളും ആ പപ്പായ കഴിച്ചിരുന്നു. ഞങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ പപ്പായ അല്ലായിരുന്നു അത്. ആഗ്രഹങ്ങൾ തീരാതെ പുഴയിൽ മുങ്ങി മരിച്ച ഒരു സ്ത്രീയുടെ ദുരാത്മാവായിരുന്നു ആ പപ്പായയ്ക്കുള്ളിൽ. തൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യ ശരീരം നോക്കിയാണ് ആ ദുരാത്മാവ് അതിലിരുന്നത്. ആ പപ്പായ ആദ്യം കഴിക്കുന്നത് ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ ദേഹത്തേക്ക് ഈ ദുരാത്മാവ് പ്രവേശിക്കും. അങ്ങനെ നോക്കുമ്പോൾ തൻ്റെ ഭാര്യയാണ് ആ പപ്പായ ആദ്യം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ദുരാത്മാവുള്ളത് തൻ്റെ ഭാര്യയുടെ ശരീരത്തിലാണ്. ഇത്രയും കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത രീതിയിൽ ഭയം തോന്നി തുടങ്ങി. അപ്പോൾ ജ്യോത്സ്യരെ, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എത്രയും വേഗം തൻ്റെ ഭാര്യയുടെ ദേഹത്തുനിന്നും ഈ ബാധ ഒഴിപ്പിക്കണം. ഇല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ ജീവന് പോലും അത് ആപത്താവും. പിന്നീട് അങ്ങോട്ട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഹോമത്തിലൂടെയാണ് ആ ആത്മാവിനെ എൻ്റെ അമ്മയുടെ ദേഹത്തുനിന്ന് പുറത്താക്കിയത്. ഹോമത്തിൻ്റെ അവസാനം ഇതിനെ ഒരു ചന്ദനമുട്ടിയിലേക്ക് ആവാഹിച്ച് ഹോമകുണ്ടത്തിലിട്ട് കത്തിച്ച് കളയാണ് ഉണ്ടായത്. പിന്നീട് ഒരിക്കലും ആ ആത്മാവിനെ കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു ഉപദ്രവവും ഉണ്ടായില്ല. എന്നിരുന്നാലും ആ 4 മാസക്കാലം ഞങ്ങൾ അനുഭവിച്ചത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല.